ബ്രേക്ക് ഒന്നുമില്ലല്ലോ? ഓക്കെയാണ്. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ലബീബ മാം. ഒരുപാട് ഭംഗിയുള്ള വാക്കുകൾ പറഞ്ഞു തന്നു അല്ലെ, ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ. പിന്നെ ഞാന് വീണ്ടും വന്നിരിക്കുകയാണ്. മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഒരു തവണ, ഓർമ്മയുണ്ടോ എന്നെ? ഇതിലെല്ലാവരും ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. ഓർമ്മണ്ട്. കഴിഞ്ഞ ആഴ്ച ഫർസിന മാമിനെ വന്നിരുന്നു. ഓക്കെ, ഫർസിന മാമിനെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കാണുന്നത്. അതെ. ഓക്കെ. സോ എനിവേ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇങ്ങനെ വളരെ നല്ല കുട്ടികളായി വീഡിയോ മോഡിലൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. സോ യെസ്, ലബീബ മാം പറഞ്ഞ പോലെ നമ്മുടെ ടോപ്പിക് ഫോർഗിവ്നെസ് ആണ് അല്ലെ? കേട്ടിട്ടുണ്ടോ ഫോർഗിവ്നെസ്സിനെ കുറിച്ച് മുന്നേ? ലബീബ മാം എന്ന അഫർമേഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും അല്ലെ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ട്വിൻ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരേ രീതിയിൽ നിൽക്കുന്ന വേറൊരു ടൂളാണ് ഫോർഗിവ്നെസ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. നമ്മള് റിച്വൽസിൽ ദിക്കറുകളിലൊക്കെ പറയുമ്പോൾ ഇസ്തിഗ്ഫാർ എന്ന് പറയും. വളരെയധികം എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് പ്യൂരിഫിക്കേഷൻ, ഹാർട്ട് പ്യൂരിഫിക്കേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ, ഹൃദയ ശുദ്ധീകരണത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഫോർഗിവ്നെസ്സിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാറുണ്ട്. ഇപ്പം നമ്മൾ അഴുക്ക് പിടിച്ച് കിടക്കുന്ന ഒരു റൂം നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി നമ്മൾ വളരെ പ്യുവർ ആക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ നമ്മൾ അലങ്കാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതേപോലെയാണ് ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിലുള്ള അല്ലെങ്കിൽ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്, നമ്മൾ ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യരുമായിട്ട് ഇടപഴകുന്നുണ്ട്, സാഹചര്യങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ കുടുംബം, ജോലി, അങ്ങനെ മക്കള്, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മൾ ഡെയിലി പോകുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ പ്യുവർ ആയിട്ടിരിക്കുന്ന ഹൃദയത്തിലേക്ക് ചിലപ്പോൾ കറകളൊക്കെ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫാമിലി ഇതിൽ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും പറയുന്നത് നമുക്ക് വിഷമം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ ദേഷ്യം വരാം. ഇതേപോലെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെ വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒരു കറ പോലെ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെറുപ്പത്തില് ജനിച്ച് വീണ സമയത്ത് വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു ഹാർട്ടുമായിട്ടാണ്, വളരെ പ്യുവർ ഫോമിലാണ് നിങ്ങൾ ജനിച്ചു വീഴുന്നത്. നിങ്ങൾ ഡിവൈൻ ആയിട്ടുള്ള ഒരു ക്രിയേഷന്റെ പ്യുവർ ആയിട്ടുള്ള ഫോമിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് ഒരുപാട് എക്സ്പീരിയൻസുകളിലൂടെ പോയി ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇറ്റ്സ് നോർമൽ, വെരി നോർമൽ. പക്ഷേ നമുക്ക് നമ്മുടെ ഡിവൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഗോഡ് തന്നെ, നമുക്ക് പഠിച്ചോന് തന്നെ തന്നിട്ടുള്ള ഒരു ടൂളാണ് ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്നോട് ഫോർഗിവ്നെസ് ചോദിക്കൂ, ഞാൻ തരാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അല്ലെ നമ്മുടെ ക്രിയേറ്റർ. സോ ആ രീതിയിൽ നമ്മൾ ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർഗിവ്നെസ്, അതിനെക്കുറിച്ച് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചു നേരം ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതൊരിക്കലും ഞാൻ വളരെ ഒരു വലിയ സ്റ്റേറ്റിൽ ഇരുന്നിട്ട് അങ്ങനെ പറയുന്നൊന്നുമല്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മളിങ്ങനെ കൊടുക്കണമല്ലോ, ആ രീതിയിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ ഞാനും വർക്ക് ചെയ്യുന്ന, ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? വീഡിയോയിലുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് തല ആട്ടാ മതി കേട്ടോ. ഓക്കെ, എനിക്ക് കാണാൻ പറ്റും. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പറഞ്ഞപ്പോൾ ഒരു സ്റ്റോറി വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? അതുപോലെ ജസ്റ്റ് ഒരു സ്റ്റോറി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗുരുകുല സിസ്റ്റം ആണല്ലോ. അതായത് സ്കൂളിൽ പോയിട്ടൊന്നും അല്ല കുട്ടികൾ അറിവ് നേടുന്നത്, ഒരു ഗുരു ഉണ്ടായിരിക്കും. അവരുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാണ്, കുറച്ച് മാതാപിതാക്കൾ ഒരു വയസ്സാകുന്ന സമയത്ത് ഗുരുവിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആക്കാണ്. അവിടുന്ന് അവർ എക്സ്പീരിയൻസുകളിലൂടെയാണ് ലേൺ ചെയ്യുക. അതായത് നേരിട്ട് പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിപ്പിക്കുന്നതിന് പകരം സിമ്പിൾ ആയിട്ട് എക്സ്പീരിയൻസുകളും അവരെ കൊണ്ട് ഒരുപാട് പണികളൊക്കെ ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിലൂടെയാണ് പഠിക്കുക അല്ലെ? അതിലൂടെ ഒരു പാഠം കാര്യങ്ങളൊക്കെ ഗുരു പറഞ്ഞു കൊടുക്കും. ആ രീതിയിലുള്ള ഒരു ലേണിംഗ് സിസ്റ്റം ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ വളരെ മഹാനായിട്ടുള്ള ഒരു ഗുരുവാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്ത് ചെയ്തു, കുറച്ചൊരു ന്യൂ ബാച്ച് എന്നുള്ള രീതിയിൽ കുറച്ച് ശിഷ്യന്മാര് ചെല്ലാണ്. അപ്പൊ ചെന്ന സമയത്ത് തന്നെ ഗുരു പറഞ്ഞു, ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നിങ്ങളോട് വെറുപ്പ് കാണിച്ചിട്ടുള്ള, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളോട്
ഇതുപോലെ ഇഷ്ടമില്ലാതെ പെരുമാറുന്ന, നിങ്ങളെ ഒരുപാട് ദേഷ്യം പിടിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഈ രീതിയിൽ ഗുരു പറഞ്ഞിട്ടുള്ളത്, ആരോടും നിങ്ങൾ ഒരു തരി പോലും വെറുപ്പ് കാര്യങ്ങൾ കാണിക്കാൻ പാടില്ല. നിങ്ങൾ നല്ല, അതായത് അവരെയൊക്കെ നിങ്ങൾ സ്നേഹിക്കണം, ആ രീതിയിലാണ് ഗുരു പറഞ്ഞു കൊടുത്തത്. അപ്പം ഇത് കേൾക്കുന്ന ശിഷ്യന്മാരിൽ പല ആളുകളും ഉണ്ടാവും. ചില ശിഷ്യന്മാർ ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്ത് അവരത് റെഡിയായി, അതായത് ഓക്കെ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റെഡിയായി. പക്ഷെ കുറച്ച് ശിഷ്യന്മാർ എന്ത് ചെയ്തു, ഇവരിങ്ങനെ തീരുമാനിക്കുകയാണ് അതെന്തിനാ അപ്പൊ ഗുരു അങ്ങനെ പറഞ്ഞു, അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ, ഒരാളെ വെറുക്കണോ സ്നേഹിക്കണോ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ എന്ന് ഗുരു ചോദിക്കുക, അല്ല ഇന്ന് ശിഷ്യന്മാര് ചോദിക്കുകയാണ്. അപ്പം ഇവര് കുറച്ച് ശിഷ്യന്മാർ എന്ത് ചെയ്തു, ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഞങ്ങൾക്ക് പുറത്തു കൊടുക്കാനൊന്നും പറ്റൂല, അപ്പൊ ഞങ്ങൾ ഒരുപാട് പേര് വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അവരെ സ്നേഹിക്കാനൊന്നും പറ്റൂല, ഞങ്ങൾക്ക് അവർക്ക് പുറത്തു കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു ഒന്നും പറഞ്ഞില്ല, ഓക്കെ ശരി, ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടാസ്ക് തരാം. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ്, ഒരു എന്തെങ്കിലും ചെറിയ ടാസ്ക് കൊടുക്കും, ഗുരു ശിഷ്യന്മാർ അത് ചെയ്യും, ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണപാഠം ഉണ്ടാവും, അത് ഗുരു എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അപ്പൊ ശിഷ്യന്മാർ അതിന് തയ്യാറായി, ഓക്കെ ടാസ്ക് എന്താണെന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പൊ ഗുരു എന്ത് ചെയ്തു, ഈ പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങിന്റെ ഓരോ ചാക്കുകൾ ഓരോ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ഉരുളക്കിഴങ്ങിന്റെ ചാക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കയ്യിൽ പിടിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നാട്ടില് കുറച്ച് നാട്ടില് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, അവർ ഓരോരുത്തർ ഓരോ ഗ്രാമങ്ങളിൽ പോയിട്ട് അവരെ പോയിട്ട് വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ഇവര് ഓക്കെ റെഡിയായി. അപ്പൊ അങ്ങനെ അവർക്ക് ഉരുളക്കിഴങ്ങിന്റെ ചാക്ക് കൊടുത്തു. പക്ഷെ അവരോട് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഇതാണ്, ഈ ചാക്ക് നിങ്ങൾ എവിടെയും കളയാനോ വെക്കാനോ ഒന്നും പാടില്ല. എന്ത് ചെയ്യണം, ഇപ്പൊ ഒരു കുറച്ച് ആഴ്ചകൾ കൂടുന്ന ഒരു യാത്രയാണ്, കുറെ ഗ്രാമങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഗ്രാമങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഇത് കയ്യിൽ പിടിക്കണം, ഇത് എവിടെയും വെക്കാനോ കളയാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ സിമ്പിൾ അല്ലേ, ഒരു ചാക്ക് അവിടെ ഉണ്ട്, ഇവർക്ക് നടക്കാനൊക്കെ എളുപ്പമാണ്. അപ്പൊ അവര് ഫസ്റ്റ് ഓക്കെ എഗ്രി ചെയ്തു, അങ്ങനെ യാത്ര തുടങ്ങി. ഫസ്റ്റ് ഒക്കെ ഇവര് ഗ്രാമങ്ങളിൽ ചെല്ലുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര സ്വീകരണമാണ്, കാരണം ഗുരു അത്രയും മഹാനായിട്ടുള്ള ആളാണ്. അപ്പൊ അവരുടെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബഹുമാനം കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഫസ്റ്റ് ഒക്കെ ഇവരെന്ത് ചെയ്തു, എല്ലാവരും ഭയങ്കര സ്വീകരണം കാര്യങ്ങളും, അപ്പൊ ഇവർക്കും ഭയങ്കര സന്തോഷം. പിന്നെ ഇവർക്ക് നല്ല സുഖമാണ്, ഉറങ്ങാനൊക്കെ എന്ത് ചെയ്താൽ മതി, ഉരുളക്കിഴങ്ങിന്റെ ചാക്ക് ഉണ്ടല്ലോ അത് തലേണയിൽ വെച്ച് നല്ല സുഖത്തിൽ ഉറങ്ങാനും ഒക്കെ പറ്റും, ഭയങ്കര സുഖമാണ്. അപ്പം ഇവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇവര് മ്യൂട്ട് ചെയ്യണം കേട്ടോ. അത് ആൾക്കാർ ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പം ഫസ്റ്റ് ഇവർക്ക് ഭയങ്കര സുഖമാണ്, കാരണം എല്ലാവരും ഫുഡ് കാര്യങ്ങൾ കൊടുക്കുന്നു, സ്വീകരണം കാര്യങ്ങളുണ്ട്, ഇത് വലിയ ഭാരമായിട്ടൊന്നും അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ആരും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അതായത് ഗ്രാമത്തിലൊക്കെ ചെല്ലുന്ന സമയത്ത് ആളുകളൊക്കെ ഇങ്ങനെ മൂക്കൊക്കെ പൊത്തിയിട്ട് ഇങ്ങനെ പോവാണ്. സംഭവം എന്താണ്, ഈ ഉരുളക്കിഴങ്ങ് എന്ത് ചെയ്തിട്ടുണ്ട്, ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, ഒരു നാറ്റം കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആരും സ്വീകരിക്കുന്നില്ല, ആർക്കും ഒരു ബഹുമാനമില്ല, ഈ ആളുകളൊക്കെ വേഗം ഓടിപ്പോകുന്നു, ഇവരെ കാണുന്ന സമയത്ത് തന്നെ ഓടിപ്പോകുന്നു. അപ്പൊ ഇവർക്ക് ഭയങ്കര ഒരു സങ്കടം കാര്യങ്ങളൊക്കെ, ഇതുവരെ ഭയങ്കര സ്വീകരണം കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഇത് കാണുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര സങ്കടം കാര്യങ്ങൾ. അപ്പം ഓക്കെ ഇനി നമുക്ക് തിരിച്ചു പോവാം അല്ലെ, ഇതിപ്പോ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, നമുക്ക് ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യം പറയാം എന്ന് പറഞ്ഞു ശിഷ്യന്മാര് തിരിച്ച് ഗുരുവിന്റെ അടുത്ത് തന്നെ എത്തി. അപ്പൊ ഗുരുവിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഗുരു ഇതൊക്കെ കേട്ടു, ജസ്റ്റ് ചിരിച്ചു. അപ്പം എന്നിട്ട് അപ്പൊ ഇവർക്കും കാര്യം മനസ്സിലായി, എന്താണ് ഗുരു ഉദ്ദേശിച്ചത്, അത് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലൂടെ ഗുരു എന്താണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റോറി കേട്ട സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഉരുളക്കിഴങ്ങിന്റെ ചാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഈ നമ്മൾ ആളുകളോട് കാണിക്കുന്ന വെറുപ്പ്, വിദ്വേഷം, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കാണിക്കുന്ന ദേഷ്യം, അങ്ങനത്തെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. അപ്പൊ ഈ ശിഷ്യന്മാർ ഇത് ഫസ്റ്റിൽ ഇങ്ങനെ കൊണ്ട് നടന്ന സമയത്ത് ഇവർക്ക് പ്രശ്നമൊന്നുമില്ല, എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്, അവർ പുറത്ത് നല്ല ആളുകളാണ്, നല്ല സ്റ്റാറ്റസ് ഉള്ള, സോഷ്യൽ സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്ന ഗുരുവിന്റെ ശിഷ്യന്മാരാണല്ലോ, അപ്പൊ അതൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷെ കുറച്ചിങ്ങനെ പോകുന്ന സമയത്ത് ഈ സംഭവങ്ങൾ, അതായത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇതുപോലെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളും ഒരു ചീഞ്ഞ് നാറുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയിലും നമ്മുടെ ഓറയിലും ഒക്കെ ഇതിങ്ങനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യാണ്, വിട്ടു നിൽക്കുകയാണ്.
ഇതേപോലെയാണ് നമ്മുടെ ഉള്ളിലും എന്തുണ്ടാകും. നമുക്ക് ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജനിച്ചു വീഴുന്ന സമയത്ത് വളരെ പ്യുവർ ഫോമിലാണ് ജനിച്ചു വീഴുന്നത്. ഒരു കുട്ടിയുടെ മുഖത്ത് നമുക്ക് നോക്കിയാൽ അറിയാം അല്ലെ, ജനിച്ചു വീണ കുട്ടിയെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അടുത്ത് പോവാനും സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുറച്ച് വലുതാകുന്ന സമയത്തായിരിക്കും ഇതുപോലെയുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ എവിടെ നിന്നൊക്കെയോ നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടാവുക. നമ്മളും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് നമ്മൾ ഒരുപാട് തവണ ഈ ശിഷ്യന്മാർ ഇങ്ങനെ കൊണ്ട് നടന്ന പോലെ ഒരുപാട് കാലങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന സമയത്ത് ഇത് ഉള്ളിൽ കിടന്നിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിലും നമ്മുടെ സംസാരങ്ങളിലും അങ്ങനെയൊക്കെ വരുന്നത് കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഓൾഡ് ആയിട്ടുള്ള, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ചുകൂടെ ഓൾഡ് ആയിട്ടുള്ള ആളുകളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കയർത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ദേഷ്യം വിദ്വേഷം ഒക്കെ പ്രകടിപ്പിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടായിരിക്കും. അവരെ സംബന്ധിച്ച് അവർ ചെറുപ്പത്തിലേ ഇതേപോലെ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു വന്ന് ഇതെങ്ങനെ അവിടെ കുമിഞ്ഞുകൂടി എന്ന് പറഞ്ഞ പോലെയുള്ള രീതിയിൽ കൂടി കൂടി അങ്ങനെ പേഴ്സണാലിറ്റിയിലും സംസാരങ്ങളിലും വന്നു പോയതായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, നമുക്ക് ഇതുപോലെ ഒരു സെഷനിൽ ഞാനും ലബീബ മാമും ഒക്കെ ജസ്റ്റ് ഒരു ചാനൽ മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളിലൂടെ ഈ ഒരു അറിവ് എത്തിയിട്ടുണ്ട്. അപ്പൊ യു ഹാവ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ അടുത്തൊരു ബാധ്യതയുണ്ട്. എന്ത്? നിങ്ങളെ എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്യണം. ഇതേപോലെ നിങ്ങൾ ഇത് എന്ത് ചെയ്യാൻ പാടില്ല. ഇപ്പം ഇപ്പൊ എനിക്കൊരു ദേഷ്യം ഫീലിംഗ് വരാണ്, നമ്മളത് അധികം കീപ്പ് ചെയ്യാതെ അത് ക്ലിയർ ചെയ്യണം. ഓക്കെ, അത് ക്ലിയർ ചെയ്യാനുള്ള മെത്തേഡ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പറഞ്ഞു തരും. ലബീബ മാം ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ, അഫർമേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഈ രീതിയിൽ നിങ്ങൾ അതിനെ പ്യൂരിഫൈ ചെയ്യാൻ തയ്യാറാകണം. ഈ പ്യൂരിഫൈ ചെയ്യാൻ തയ്യാറാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ക്രിയേറ്ററിലേക്ക് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് അടുത്ത് വെക്കുകയാണ്. ഓക്കെ, കാരണം നമ്മുടെ ക്രിയേറ്റർ നമുക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്. എന്ത്? നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിലേക്ക് 10 സ്റ്റെപ്പ് എടുക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കാം, നമ്മുടെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ കാലെടുത്തൊന്ന് വെക്കുന്നതായിരിക്കും. പക്ഷെ ക്രിയേറ്ററിന്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അങ്ങനെ 10 സ്റ്റെപ്പ് നമ്മളിലേക്ക് എടുക്കാൻ ക്രിയേറ്റർ തയ്യാറാണ്. അപ്പൊ അത് നമുക്ക് എന്താണ്? ഒരു ബോണസ് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഭാഗ്യം ചെയ്തവരാണ്. പക്ഷേ ഈ അറിവ് നമ്മളിലേക്ക് എത്തി നമ്മൾ അത് റെസ്പോൺസിബിൾ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ ചെയ്യാം. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ജേണൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ നിങ്ങൾക്ക് ഫോർഗീവ്നെസ് ജേണൽ ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരാം. സെഷന്റെ അവസാനത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഫോർഗീവ്നെസ്സിലേക്ക് വരുന്ന സമയത്ത് പല ലെവൽ ഓഫ് ഫോർഗീവ്നെസ്സുകൾ ഉണ്ട്. നമ്മൾ ചിലപ്പം ചില ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ആളുകളുമായിട്ട് ഒരു വിദ്വേഷം, വെറുപ്പ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ആ ആളുകൾക്കുള്ള ഫോർഗീവ്നെസ്, അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് നമ്മൾ ഫോർഗീവ്നെസ് ചോദിക്കണം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഫോർഗീവ്നെസ് കൊടുക്കണം. ഓക്കെ, അതായത് നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കാം. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുക. അതുപോലെ നമുക്കത് ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജേണൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആ ആളുടെ അടുത്ത്, ഇപ്പം ഒരു സ്പെസിഫിക് പേഴ്സൺ ആണ്, അപ്പൊ ആ പേഴ്സന്റെ നെയിം വെച്ചിട്ട് അല്ലെങ്കിൽ ആ പേഴ്സന്റെ ഒരു മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ ജേണൽ ചെയ്യാൻ പറ്റും. ജേണൽ ചെയ്യാൻ ഇൻ ദ സെൻസ് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതൊരു ലെവൽ ഓഫ് ഫോർഗിവ്നെസ് ആണ്. പിന്നെ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം ചൈൽഡ്ഹുഡിലേക്കൊക്കെ വരുന്ന സമയത്ത് ചില ആളുകൾക്ക് കുട്ടികളായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, അബ്യൂസ് പോലെയുള്ള. അപ്പൊ അതൊക്കെ നമ്മൾ ഒരു ഫോർഗിവ്നെസിന്റെ തലത്തിൽ ഇരുന്ന്, ഇറ്റ്സ് ടു ഡീപ്പ്, അത് ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ സാഹചര്യത്തിനെ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോർഗിവ്നെസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സാഹചര്യത്തിനെ ഹീൽ ചെയ്യാന്ന് നമ്മൾ പറയും. സിംപ്ലി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ആ ഒരു ഫീലിംഗ് സംഭവങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് നമുക്ക് ജേണൽ ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പ്ലേസുകള്, ആളുകള്, സാഹചര്യങ്ങള്, ഇങ്ങനെ ഒരുപാട്. പിന്നെ സെൽഫ് ഫോർഗിവ്നെസ്. അപ്പൊ എന്റെ കേസിൽ പേഴ്സണൽ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് ഞാൻ ഫോർഗിവ് ചെയ്ത് കൊടുക്കും. ലൈക്ക് എനിക്കൊന്നും ഗ്രഡ്ജസ് കീപ്പ് ചെയ്യാനോ ഒന്നും കഴിയില്ല. പക്ഷെ സെൽഫിന് ഫോർഗിവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും. കാരണം എനിക്ക് ചില സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യരുതായിരുന്നു, ഇങ്ങനെയുള്ള ഫീലിങ്ങുകൾ കാര്യങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ എനിക്ക് വരും. അപ്പൊ അവിടെ എനിക്ക് സെൽഫ് ഫോർഗിവ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും.
അപ്പൊ നമുക്ക് ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഡിവൈൻ ഫോർഗിവ്നെസ് ആണ്. ഡിവൈൻ ഫോർഗിവ്നെസിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് ഫോർഗിവ്നെസ് കൊടുക്കുന്നില്ല, ബട്ട് ചോദിക്കാണ്. നമ്മൾക്ക് ഒരിക്കലും ക്രിയേറ്ററിന്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ഞാൻ നിനക്ക് പുറത്ത് തന്നിരിക്കുന്നു പഠിച്ചോനെ എന്ന് പറയാൻ പറ്റൂല. ബട്ട് നമ്മൾ അത് ചോദിക്കാണ് ചെയ്യാം. ഈ ചോദിക്കുന്നത് വളരെ ഭംഗിയായിട്ട്, അതൊരിക്കലും നമ്മൾ ഞാനൊരു പാപിയാണ്, ഞാൻ ഇങ്ങനൊക്കെ ചെയ്തു എന്ന് നമ്മൾ സ്വയത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നുമല്ല, പക്ഷെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഫോർഗിവ്നെസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ചെറിയ പോയിന്റിലൂടെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞുതരാം. ഈ ഡിവൈൻ ഫോർഗിവ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഭംഗിയാണ്. ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സെക്ഷൻ തന്നെ വേണമെങ്കിൽ അതിൽ എടുക്കാൻ, വളരെ വാസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം, വളരെ വാസ്റ്റ് ആയിട്ട് വിശാലമായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒതുക്കുക എന്നുള്ളതാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഡിവൈൻ ഫോർഗിവ്നെസ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് പോയിന്റ് എന്താ, ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് ഫോർഗിവ്നെസ് കൊടുക്കല്ല, ബട്ട് ചോദിക്കുകയാണ്. ഈ ഡിവൈൻ ഫോർഗിവ്നെസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആരുടെ അടുത്താണ് ചോദിക്കുന്നത് എന്നൊരു അവയർനെസ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പഠിച്ച ആളുകളാണല്ലോ. അപ്പൊ അതിൽ നമുക്കറിയാം ഓരോ നിമിഷവും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ത്, ഈ ഒരു സെക്കൻഡിലൊക്കെ ഞാൻ പറയാണ് അൽഹംദുലില്ലാ പഠിച്ചോനെ, താങ്ക് യു പഠിച്ചോനെ എന്ന് ഞാൻ പറയാണ്. പക്ഷേ ആ സെക്കൻഡിൽ പോലും ഒരു 10,000 അല്ല, അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാണ്, താങ്ക് യു പറയാനുള്ള റീസൺസ് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കാം അല്ലെ. ഞാൻ ഈ സംസാരിക്കുന്ന എനർജി, താങ്ക് യു എന്ന് പറയുന്ന ഒരു പറയാൻ എടുക്കുന്ന ഒരു എനർജി, അതെവിടുന്ന, അതൊരിക്കലും ഞാൻ ഉണ്ടാക്കിയതൊന്നും അല്ല. ഞാൻ ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതെനിക്ക് എന്റെ ക്രിയേറ്റർ തന്നിട്ടുള്ള ഗിഫ്റ്റ് ആണ്. ഞാൻ ഈ എടുക്കുന്ന ശ്വാസം, അതുപോലെ എന്റെ ഓരോ സെക്കൻഡിലും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ബ്ലെസ്സിങ്സും എന്റെ ക്രിയേറ്റർ എനിക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയണം, പക്ഷെ അത് ഇനഫ് ആകുന്നില്ല, അത്രയും മതിയാകുന്നില്ല. കാരണം അത്രയും നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ ഫോർഗിവ്നെസ് ചോദിക്കുക എന്ന് പറയുമ്പോൾ ആരുടെ അടുത്താണ് ചോദിക്കുന്നത് അല്ലെ. ഇത്രയും സൗകര്യങ്ങൾ തന്ന് പരിപാലിച്ച് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരാളെടുത്ത് പോയിട്ട് ഞാൻ ഫോർഗിവ്നെസ് ചോദിക്കാന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, അത്രയും നമ്മൾ അവിടെ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു പാപിയാണ്, ഞാൻ ഇങ്ങനൊക്കെ ചെയ്തു പോയി, ഇങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ സ്വയം കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം നമ്മുടെ അടുത്ത് പഠിച്ചും പറഞ്ഞിട്ടുണ്ട് എന്ത്, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരൂ, ഞാനിവിടെ ഉണ്ട് അല്ലെ, ഞാനിവിടെ നിങ്ങൾക്ക് ഫോർഗിവ് ചെയ്ത് തരാൻ തയ്യാറായി നിൽക്കാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരാളെടുത്താണ്. അപ്പൊ നമ്മൾ ആ ഒരു നിലവാരം കാണിക്കണം അല്ലെ. ചില ആളുകൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ അടിമകളാണ് അല്ലെ, നിങ്ങൾ പഠിച്ചോന്റെ അടിമകളാണല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ പറയല്ലോ, ഇപ്പൊ വലിയൊരു രാജാവുണ്ട്, ഓക്കെ, രാജ്യം ഭരിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള അത്രയും നീതിമാനായിട്ടുള്ള ഒരു രാജാവാണ്. നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവൂലേ, ഞാൻ അയാളുടെ അടിമയാണെന്ന് പറയുമ്പോൾ. അതേ രീതിയിൽ നിങ്ങളൊന്ന് ക്രിയേറ്ററിനെ കണ്ടുനോക്കിയേ, അതായത് നീതിമാനായിട്ടുള്ള, പരിപാലകനായിട്ടുള്ള, സ്നേഹത്തിന്റെ നിറകുടമായിട്ടുള്ള, പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്കുകൾ ഉണ്ടാവില്ല അല്ലെ. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ എന്ത് ചെയ്യും, അത്രയും ഭംഗിയിൽ വിവരിക്കും അല്ലെ, വർണ്ണിക്കും. അത്ര വിവരിച്ചാൽ പോലും പറ്റാത്ത, അല്ലെങ്കിൽ അത്ര പോലും നമുക്ക് വിവരിക്കാൻ പോലും നമുക്ക് പരിമിതികൾ ഉള്ള ഒരാളെടുത്ത് നമ്മൾ അയാളുടെ അടിമയാണെന്ന് പറയാൻ നമുക്ക് എന്തിനു കുറവ് വേണം അല്ലെ. അപ്പൊ ഞാൻ അടിമയാണെന്ന് നമുക്ക് പ്രൗഡായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. അപ്പൊ അങ്ങനെ ഒരാളെടുത്ത് നമ്മൾ ഫോർഗിവ്നെസ് ചോദിക്കുമ്പോൾ നമ്മളൊരു നിലവാരം കാണിക്കണം. അവിടെ ഞാനൊന്നിനും പോരാത്തവനാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ക്രിയേറ്റർ എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക, എന്റെ കുട്ടി എന്ത് ചെയ്തു, ഇങ്ങനൊക്കെ ചെയ്തിട്ടും എന്റെ അടുത്ത് തിരിച്ചു വന്നു അല്ലെ. തിരിച്ചു വന്നു എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് അവിടെ സ്നേഹം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള ഫോർഗിവ്നെസ് ആണ് ഡിവൈൻ തലത്തിലുള്ളത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗിവ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ട്രയാങ്കിൾ പോലെയാണ്. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എത്ര സൈഡ് ഉണ്ടാവും, അല്ല എത്ര മൂലകൾ ഉണ്ടാവും, കോർണേഴ്സ്, യെസ് 3, വെരി ഗുഡ്. അപ്പം ഈ 3 കോർണേഴ്സിൽ ഒന്നിൽ ഫോർഗിവ്നെസ് ആണ്, ഒന്നിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ ഞാനിങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഫോർഗിവ്നെസ് ഇവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഇവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ പോയിന്റ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തും. ആ പോയിന്റ് എന്ന് പറയുന്നത് ലവ് ആണ്. ഓക്കെ, ഈ ലവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
പല ഇമോഷൻസിൽ പറയാം. ലവ് എന്ന് പറയുന്നതും ഞാൻ പറഞ്ഞ പോലെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അവിടെ ഞാൻ സംസാരിക്കുന്ന ഒരു ലവ് എന്ന് പറയുന്നത് ഡിവൈൻ ലവ് ആണ്. അത് തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലവ്. ബാക്കിയൊക്കെ അതിന്റെ ചെറിയ കഷ്ണം കഷ്ണാണ്. നമുക്ക് മക്കളോട് തോന്നുന്ന ലവ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനോട് തോന്നുന്ന ലവ്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആരോടാണെങ്കിലും തോന്നുന്ന ലവ് എന്ന് പറയുന്നത് ഈ ഡിവൈൻ ലവിന്റെ ചെറിയ എക്സ്പീരിയൻസ് മാത്രം. ചെറിയൊരു നമുക്ക് ഭയങ്കര ഉണ്ടാവില്ലേ, ഇപ്പൊ നമ്മളെ മക്കളെ കാണുമ്പോ എന്റെ കുട്ടി എന്ന് പറയുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്നേഹം ഉണ്ടാവില്ലേ, ഹൃദയത്തിൽ ഇങ്ങനെ ഭയങ്കര ഒരു ഫീലിംഗ് വരും അല്ലെ, ഭയങ്കര ഒരു അനുഭൂതിയാണ് ആ സംഭവം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഈ ഡിവൈൻ ലവിന്റെ ഒരു ചെറിയ കഷ്ണം മാത്രം. ഓക്കെ, അപ്പൊ ആ ഡിവൈൻ ലവ് എന്ന് പറയുന്നത് എത്തുന്നത് എങ്ങനെയാണ്? ഫോർഗിവ്നെസ്സിലൂടെയും ഗ്രാറ്റിറ്റ്യൂഡിലെയും പോയിട്ട് എത്തുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ ആ ലവ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈൻ ഫോർഗിവ്നെസ് ചെയ്യുന്നത്. അതിന്റെ താഴെയുള്ളതൊക്കെ ഈ ഡിവൈൻ ഫോർഗിവ്നെസ്സിലേക്ക് നമുക്ക് എത്താനുള്ള പോയിന്റ് മാത്രം. ഇപ്പൊ നമ്മൾ വലിയൊരു ഒരു ഹെവൻ പോലത്തെ ഒരു സ്ഥലമുണ്ട്, കുറെ സ്റ്റെപ്പ് ഒക്കെ കയറിയിട്ട് വേണം എത്താം. അപ്പൊ അവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറി ഇങ്ങനെ എത്തണ്ടേ? ചിലപ്പോൾ ബ്രേക്ക് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ചൊന്ന് ആളുകളുടെ കൈ പിടിച്ച് നടക്കേണ്ടി വരും അല്ലെ? ആ രീതിയിൽ നമ്മളിപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പം ലബീബ മാമിന്റെ അല്ലെങ്കിൽ എന്റെ കൈയൊക്കെ പിടിക്കുകയാണെന്ന് ജസ്റ്റ് ഒന്ന് വിചാരിച്ചു നോക്കാം. അതായത് നമ്മളിങ്ങനെ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാരിറ്റി കിട്ടാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെ ഈ ആളുകളുടെ അടുത്ത് ഫോർഗിവ്നെസ് കൊടുക്കണം അല്ലെ, ഈ സ്ഥലങ്ങളിൽ ഞാൻ എന്റെ ഫോർഗിവ്നെസ് നോക്കണം അല്ലെ, പ്യൂരിഫൈ ചെയ്യണം അല്ലെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറിയിട്ട് നിങ്ങൾ എത്തുന്ന ഒരു പോയിന്റ് ആണ് എന്ത്? ഡിവൈൻ ആയിട്ടുള്ള ലവ് എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്ക് എത്താനുള്ള ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് എത്താനുള്ള വഴിയാണ് എന്ത്? ഫോർഗിവ്നെസ് എന്ന് പറയുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? യെസ്. എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ലൈക്ക് ഇതുവരെ കിട്ടിയതിൽ എന്തെങ്കിലും സംസാരിക്കാനോ കാര്യങ്ങളോ ഉണ്ടോ? ഞാനൊരു ഇന്ററാക്റ്റീവ് മോഡിലാക്കാന്ന് വിചാരിച്ചിട്ടാട്ടോ. ഞാൻ ഇങ്ങനെ വെറുതെ കുറെ സംസാരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങനെ സംസാരിച്ചു പോവാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ യെസ്, പറഞ്ഞു. ഡിവൈൻ ഡിവൈൻ ഇത് ഫോർഗിവ്നെസ് പറഞ്ഞില്ലേ, ആ, അതിൽ നമ്മൾ പറഞ്ഞല്ലോ തെരഞ്ഞെടുക്കണ ആൾക്കാരെ ശ്രദ്ധിക്കണം എന്ന്. ഉം. അതെങ്ങനെ നമ്മൾ തെരഞ്ഞെടുക്കാൻ? അവര് ഫോർഗിവ്നെസ് നമ്മൾ കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുക? അത് തെരഞ്ഞെടുക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാല്, ചില ആളുകൾക്ക് നമുക്ക് ഉണ്ടാവും എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും വിദ്വേഷം, വെറുപ്പ്, ഇങ്ങനെയുള്ള നെഗറ്റീവ്, നമ്മൾക്കറിയാലോ ഹൃദയത്തിന് കറ പറ്റുന്ന ഇമോഷൻസ്, അല്ലെങ്കിൽ അങ്ങനത്തെ ലോ ആയിട്ട് കിടക്കുന്ന ഇമോഷൻസ് നമുക്ക് ആളുകളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ അതൊരിക്കലും അവരുടെ പ്രശ്നമാണ് എന്റെ പ്രശ്നമാണ് എന്ന് നമ്മൾ കുറ്റം ബ്ലെയിം ചെയ്യാനേ പാടില്ല. ഈ ഫോർഗിവ്നെസിന്റെ കാര്യത്തിൽ പ്രത്യേകം ഡിസ്ക്ലൈമർ ഇട്ട് പറയാനുള്ളത് എന്താ? സെൽഫിനെ ബ്ലെയിം ചെയ്യുക അല്ലെ ആളുകളെ ബ്ലെയിം ചെയ്യുക എന്നുള്ളത് ഒരു കാര്യേ ചെയ്യാൻ പാടില്ല. നെവർ ഡു ദാറ്റ്. നമ്മൾ പറയും രോഗത്തിനെയാണ് ചികിത്സിക്കേണ്ടത്, അല്ലെങ്കിൽ രോഗത്തിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, രോഗിയെ അല്ല. അതായത് ഇപ്പൊ ഒരാൾ പറയാണ് എന്ത്, ഒരു ഡോക്ടർ പറയാണ് എന്ത്, ഒരു ക്യാൻസർ പേഷ്യന്റ് വരുന്ന സമയത്ത് അയാൾക്ക് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് അയാളെ ചികിത്സിക്കാൻ പറ്റൂല. കാരണം അയാൾ ഫോക്കസ് ചെയ്യുന്നത് അയാളെയാണ്, ഡോക്ടർ ഫോക്കസ് ചെയ്യുന്നത് അയാളെയാണ്. പകരം ആ രോഗത്തിനെ, ആ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചികിത്സിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ആ ഡോക്ടർക്ക് ചികിത്സിക്കാൻ വേണ്ടി പറ്റും. ഈ സംഭവം നമ്മൾ എന്ത് ചെയ്യുക? ആളുകളുടെ അടുത്ത് അത് വളരെ നോർമൽ ആണ്. എനിക്ക് ചിലപ്പം ഒരാളെടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യാണ്, വളരെയധികം ദേഷ്യം പിടിച്ചിട്ട് എന്നെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്ന് കുറ്റം പറയാണ്. നീ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് വളരെ നെഗറ്റീവായിട്ട് പെരുമാറാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് ചിലപ്പോൾ അയാളുടെ അടുത്ത് വെറുപ്പ് തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റ്, ആ വെറുപ്പിനെ നമ്മൾ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടി, വെളിച്ചം കിട്ടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ക്ലിയർ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ ഇപ്പൊ പറഞ്ഞ സംഭവം ക്ലിയർ ആണ്, എങ്ങനെയാണ് ആളുകളെ ചൂസ് ചെയ്യാന്നുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ആളുകൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ സാഹചര്യങ്ങൾ, ചില എക്സ്പീരിയൻസുകളൊക്കെ. ഇപ്പം എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ഞാനിങ്ങനെ ഫോർഗിവ്നെസ്സിലൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഈ ഫോർഗിവ്നെസ്സിന് വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് തീരുന്നില്ലല്ലോ, ഇതെന്താ തീരാത്ത, അങ്ങനത്തെ ഫീലിംഗ് ഒന്നും പാടില്ല.
നമുക്ക് എന്ത് ചെയ്യണം, ആ എക്സ്പീരിയൻസോ ആളുകളെയോ നമുക്ക് മറക്കാനൊന്നും പറ്റണമെന്നില്ല അല്ലെ. വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് കിട്ടിയ ആൾക്ക് അത് മറക്കാനൊന്നും പറ്റണമെന്നില്ല. പക്ഷെ അത് ആലോചിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇമോഷൻസ്, അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത പ്രശ്നം, അതൊക്കെ മാറിയിട്ട് ആ സംഭവം ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമുള്ളതുപോലെ നെഗറ്റീവായിട്ട് ഫീലിങ്സ് ഒന്നും വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യെസ്, അവിടെ ഫോർഗീവ്നെസ് വർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിൽ വിചാരിച്ചാൽ മതി. ഈ സംഭവം ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ശാലിജ മാമിന്റെ അത് ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എനിവേ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ ചോദിക്കാട്ടോ. ഞാൻ പറഞ്ഞതിലോ ഞാൻ പറയാറുണ്ട്, അറിയാത്തത് എന്തും ഇപ്പൊ ചോദിച്ചു മനസ്സിലാക്കുക. പിന്നെ അതെങ്ങനെയാ ഇതെങ്ങനെയാന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവരുത്. എങ്ങനെ വേണമെങ്കിലും ചോദിച്ചു മനസ്സിലാക്കുക. ഇപ്പൊ ഇനി ഇതിൽ പറഞ്ഞത് എന്തെങ്കിലും തിരിയാത്തതോ എന്താണെന്ന് ഇപ്പോൾ പിടി കിട്ടാത്തവരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കുക. ഇല്ലെങ്കിൽ മാം സെഷന് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന കാര്യം, നമ്മള് ആളുകളെ ചൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്, ഞാൻ മറന്നുപോയി. എന്തായിരുന്നു പറഞ്ഞു വന്നത്? ഡിവൈൻ ഫോർഗിവ്നെസ്സിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, സോ എനിവേ, ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി കൂടെ പറയാം. ഈ സ്റ്റോറീസ് പറയുന്ന സമയത്ത് എന്താന്ന് വെച്ചാല്, നമ്മൾക്ക് പിന്നെ നമ്മുടെ മൈൻഡിനൊരു ഇതുണ്ട്, ലൈക്ക് ലെവൽ ഉണ്ട്. നമ്മൾ ലിസണിങ് കപ്പാസിറ്റി എന്നൊക്കെ പറയും, നമ്മൾ കേട്ടിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി. ഇപ്പം നിങ്ങൾ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് സ്റ്റോറീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഈ ചില ഇങ്ങനെയുള്ള അറിവുകളൊക്കെ സ്റ്റോറീസിലൂടെ മെറ്റഫറിക്കൽ ആയിട്ട് നമ്മുടെ മൈൻഡിന് കൊടുക്കുന്ന സമയത്ത് അത് ഈസിലി ക്യാച്ച് ചെയ്യും, നമ്മൾ ഓർത്തിരിക്കും. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പൊട്ടറ്റോന്റെ സ്റ്റോറി ഞാനും ഇതുപോലെ സെഷനിൽ കേട്ട സ്റ്റോറിയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പൊ നിങ്ങൾ മറക്കൂലല്ലോ ആ സ്റ്റോറി. ഫോർഗിവ്നെസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു സ്റ്റോറി ഓർമ്മ വരും അല്ലെ, ഉരുളക്കിഴങ്ങിന്റെ സ്റ്റോറി ഓർമ്മ വരും. അതേപോലെയാണ് ഞാൻ സ്റ്റോറീസ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒരു ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യാണ്, ക്ലിക്ക് ചെയ്തിടാണ്. അപ്പം അതേപോലെ ജസ്റ്റ് ഒരു സ്റ്റോറി പറയാം. ബുദ്ധനെ അറിയാലോ അല്ലെ, വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഈ നമ്മൾ എൻലൈറ്റൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ, മനസ്സിന്റെ, ഇതിനെയൊക്കെ കീഴടക്കിക്കൊണ്ട് സോൾ ലെവലിൽ, ആത്മാവിന്റെ ലെവലിൽ എത്തിയിട്ടുള്ള ഒരാളെ നമ്മൾ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളെന്ന് പറയും. ലൈക്ക് ക്രിയേറ്ററുമായിട്ടുള്ള ഒരു യൂണിയൻ നടന്നിട്ടുള്ള ഒരാൾ. ഓക്കെ, അത്രയും ഒരു ലെവല് നമ്മൾ പറയും. നമ്മുടെ ശരീരത്തിന് ഡിസയേഴ്സ് ഉണ്ട്, മൈൻഡിന് ഒരുപാട് ലെവൽസ് ഉണ്ട്. അതൊക്കെ കടന്നിട്ട് സോൾ ലെവലിൽ കണക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ ആ ബുദ്ധൻ എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ആളുകൾ പറയാം. അപ്പൊ അങ്ങനെ ഒരാളുടെ അടുത്ത് ഇതുപോലെ ശിഷ്യരൊക്കെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഒരാള് എന്ത് ചെയ്തു, അവിടെയുള്ള ആ നാട്ടിലുള്ള രാജാവിന് ഈ ബുദ്ധന്റെ അടുത്ത് വളരെ വെറുപ്പാണ്. എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, ആളുകൾ എന്ത് ചെയ്യാണ്, ഈ വഴിയിലേക്ക് നടത്തിയിട്ട് ദൈവിക സ്നേഹത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആളുകളെ വഴിയിലേക്ക് നടത്തുകയാണ്. അപ്പൊ അതിന് രാജാവിന് തീരെ പിടിക്കുന്നില്ല. അപ്പം ഒരുപാട് ആളുകളെയൊക്കെ വിട്ടുനോക്കി, പക്ഷെ അവരൊക്കെ പിന്നെ എന്ത് ചെയ്യാണ്, ബുദ്ധന്റെ വഴിയിലേക്ക്, ബുദ്ധന്റെ ശിഷ്യരായിട്ട് ചേരാണ്. അപ്പൊ രാജാവിന് ഇത് എത്രയായിട്ടും പിടി കിട്ടുന്നില്ല. എന്താണ് ഇയാൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇയാൾ എന്താണ് എല്ലാവരെയും ഇങ്ങനെ ശിഷ്യന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ രാജാവ് എന്ത് ചെയ്തു, രാജാവ് എന്നെ വിചാരിച്ചു എന്ത്, ഓക്കെ, ഞാൻ തന്നെ പോയിട്ട് എന്ത് ചെയ്യാം, ഇയാളെ 4 വർത്താനം പറയാം. എന്താണ് ഈ നാട്ടുകാരെ വഴി തെറ്റിക്കാണോ, എന്ത് ചെയ്യുന്നില്ല നാട്ടുകാര്, ഈ എന്താ പറയാ, യുദ്ധത്തിലൊന്നും പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ അവര് പൗരന്മാരായിട്ട് ഇരിക്കുമ്പോ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എന്തൊക്കെയോ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള 4 വർത്താനം പറയണം എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാണ്, ബുദ്ധന്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പൊ ചെല്ലുന്ന സമയത്ത് ബുദ്ധൻ ഇങ്ങനെ ഇരിക്കുകയാണ്, മെഡിറ്റേഷനിലാണ്, ജസ്റ്റ് കണ്ണുറന്നു. ഇപ്പൊ കുറച്ച് അകലത്തിലാണ് നിൽക്കുന്നത്, അടുത്തേക്കൊന്നും പോകുന്നില്ല. അടുത്തേക്ക് പോയാൽ ചിലപ്പോ എന്ത് ചെയ്യും, ലൈറ്റ് അടിച്ചിട്ട് ചിലപ്പം വഴി മാറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് അടുത്തേക്കൊന്നും പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ദൂരത്ത് നിന്നിട്ട് ഒരുപാട് ചീത്ത പറയാണ്. അത് ഭയങ്കര തെറിയായിട്ട് ഭയങ്കര ചീത്തയാണ്. എന്താ വായിൽ കിട്ടിയ സംഭവം ഒക്കെ വിളിച്ചു പറയാണ്.
അപ്പൊ ശിഷ്യന്മാർക്കൊക്കെ തന്നെ ദേഷ്യം കയറി വരുന്നുണ്ട്. കാരണം അവരുടെ ഗുരുവിനെയാണ് അവരുടെ മുന്നിലിരിക്കുന്ന ആളെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ പറയാണ്, എന്ത് ദേഷ്യം, ഭയങ്കര ദേഷ്യം കാര്യങ്ങളൊക്കെ വരാണ്. അപ്പം ഗുരു ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കേട്ടിങ്ങനെ ചിരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇയാൾ കുറെ നേരം പറഞ്ഞു, അതെന്താ ഇയാൾക്ക് എന്താ കേട്ടിട്ടൊന്നും ഇല്ലേ എന്നുള്ള രീതിയിൽ വീണ്ടും ആ ദേഷ്യത്തിൽ വീണ്ടും കുറെ സംസാരിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് എന്ത് ചെയ്തു, ഇയാള് നിർത്തി അങ്ങോട്ട് പോയി. നമുക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരാള് ഭയങ്കര ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയാണ്, നമ്മളിങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ചിരിച്ചിരിക്കുമ്പോ ചീത്ത പറയുന്ന ആൾക്ക് ഇതെന്താ ഇയാൾക്കൊരു റിയാക്ഷൻ ഇല്ലാത്ത എന്നുള്ള രീതിയിൽ വരും. ഈ ആർഗ്യുമെന്റ്സ് ഒക്കെ ഓക്കെ, ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അപ്പം ഈ ആർഗ്യുമെന്റ്സിന്റെ ഒക്കെ രസം അതാണ്. ഈ ആർഗ്യുമെന്റ്സ് എന്താ, തുടങ്ങുമ്പോ എന്തായിരിക്കും, ഒരാൾ അങ്ങോട്ട് പറയും, ഉരുളക്കുപ്പേരി എന്നൊക്കെ പറയുന്ന പോലെ 2 വർത്താനം ഇങ്ങോട്ട് വരും, 4 അങ്ങോട്ട് പോകും, 6 ഇങ്ങോട്ട് പോകും. ആ രീതിയിലാണ് ആർഗ്യുമെന്റ്സ് ഉണ്ടാവുക. അപ്പൊ ഒരു ഭാഗത്തുനിന്ന് ആളിങ്ങനെ ചിരിച്ചിങ്ങനെ ഇരിക്കുകയാണ്, ആർഗ്യുമെന്റ്സ് ഒന്നും നടക്കൂല അല്ലെ. അപ്പൊ ബുദ്ധൻ ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഇയാള് പോയി, ഇയാള് മദ്യയായി പോയി. അപ്പൊ ശിഷ്യന്മാരെ ചോദിച്ചു, ഇത്രയും പറഞ്ഞിട്ടും എന്താണ് ഇയാൾക്ക്, നിങ്ങൾക്ക് എന്താണെന്ന് തിരിച്ചു പറയായിരുന്നില്ലേ, അല്ലെ ഞങ്ങൾക്കൊന്ന് അനുമതി തന്നിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പറയായിരുന്നു, അങ്ങനെ പറഞ്ഞു. അപ്പൊ ബുദ്ധന് ഇവരുടെ അടുത്ത് ചോദിച്ചു, എനിക്ക് ഒരാളൊരു സമ്മാനം കൊണ്ട് തന്നു, ഓക്കെ, സമ്മാനം കൊണ്ട് എനിക്ക് തരാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ആ സമ്മാനം വേണ്ട, ഞാനത് സ്വീകരിച്ചില്ല. ഓക്കെ, അപ്പൊ ഈ സമ്മാനം ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ കൊണ്ടുവന്ന ആളുടെ കയ്യില്. അതേ സംഭവമാണ് ഇവിടെ നടന്നത്. അയാൾ എന്ത് ചെയ്തു, അയാളുടെ ഫ്രസ്ട്രേഷനും ദേഷ്യവും വികാരം കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ബുദ്ധന്റെ അടുത്തേക്ക് വന്നത്. പക്ഷെ ബുദ്ധൻ അതൊന്നും സ്വീകരിച്ചില്ല. എന്ത് ചെയ്തു, ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഇരുന്നു അല്ലെ. അപ്പൊ അത് ആ ഫ്രസ്ട്രേഷനും ഈഗോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയുന്ന ലോ ക്വാളിറ്റി വൈബ്രേഷൻസ് ഇമോഷൻസ് ഒക്കെ അയാൾ തിരിച്ചു കൊണ്ടുപോയി, ബുദ്ധനെ സ്വീകരിച്ചില്ല. ഇതേ രീതിയിലാണ് നമ്മൾ ആർഗ്യുമെന്റ്സിന്റെ കേസിൽ അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരിക്കലും ആളുകളെ തീരെ കമ്പാഷൻ ഇല്ലാതെ ഞാൻ അയാളോട് സംസാരിക്കില്ല, അല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ഇരിക്കാനല്ല. പക്ഷെ നമ്മൾ എത്രയൊക്കെ നമ്മൾ ഈ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി, അതൊരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം, രോഗിയെ അല്ല രോഗത്തിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരിക്കലും അയാളെ വെറുക്കാൻ പാടില്ല. പക്ഷെ അയാളിൽ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള സാഹചര്യങ്ങളുടെ മൂലം, സന്ദർഭങ്ങളുടെ മൂലം, അവരുടെ എക്സ്പീരിയൻസുകളുടെ മൂലം ഉണ്ടാകുന്ന ഇമോഷൻസിനെ നമ്മൾ തിരിച്ചറിയാം. ഇപ്പം ഏറ്റവും വലിയ ഒരു അറിവ് എന്ന് പറയുന്നത് നമ്മൾ ചുറ്റുമുള്ളവരെ അറിയാന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, എന്റെ ചുറ്റുമുള്ളവര് ഇങ്ങനൊക്കെ സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട്, അതിന്റെ കാരണം എന്താന്നുള്ളത് അറിയാനാണ്. അപ്പോഴാണ് നമ്മൾ ഒരാളെ മനസ്സിലാക്കാന്ന് പറയാം. അപ്പൊ ഞാൻ പറയും, എനിക്ക് നിന്നെ മനസ്സിലായി എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ കാര്യങ്ങളും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെ അതിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയും, എനിക്ക് അയാളെ മനസ്സിലായി. ഈ രീതിയിൽ ആളുകളെ മനസ്സിലാക്കാൻ ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ഇത് നമുക്കേ പറ്റുള്ളൂ. കാരണം എന്താണ്, ഈ ഒരു തലത്തിലുള്ള അറിവ് നമ്മളുടെ കയ്യിലേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയിൽ നോക്കിയാൽ ഇതുപോലെയുള്ള സെഷൻസോ അല്ലെങ്കിൽ ഫോർഗിവ്നെസ് ഗ്രാറ്റിറ്റ്യൂഡ് അതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ അതൊക്കെ എന്താ ചോദിക്കും അല്ലെ. ഇപ്പൊ ഞാൻ എന്നെ ഇന്നും കൂടെ എന്റെ ബ്രദർ പറഞ്ഞിട്ടേ ഉള്ളൂ, എന്തൊക്കെയോ ക്ലാസ് എടുക്കുന്നുണ്ട് എന്താന്ന് എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ. അതായത് ഈ തലത്തിലുള്ള അറിവുകൾ എല്ലാവർക്കും ഒന്നും എത്തൂല അല്ലെ. ഇതുപോലെ ഗ്രൂപ്പിൽ ചിലപ്പോൾ കുറെ ആളുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെഷൻസിലേക്ക് കുറെ ഇൻവിറ്റേഷൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും ഈ തലത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം അവരുടെ അറിവിന്റെ തലം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. എന്ന് വിചാരിച്ച് നമ്മളൊരു ഈഗോയിസ്റ്റിക് ആയിട്ട് നിന്നുകൊണ്ട് എനിക്ക് ഈ അറിവുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നതുമല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകളെ മനസ്സിലാക്കാനും ഡീൽ ചെയ്യാനും നമുക്ക് പറ്റാന്നുള്ളതാണ്. അപ്പൊ ആളുകളുമായിട്ടുള്ള ഫോർഗിവ്നെസിന്റെ ഒരു ലെവൽ ഈ രീതിയിലാണ് പോകുന്നത്. ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3-4 പോയിന്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോവാം. എന്റെ വോയിസ് ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ അല്ലെ? സുമയ്യ മാം ഒന്ന് പറയോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഈ നമ്മൾ ആങ്കർ, ഫ്രസ്ട്രേഷൻ, ദേഷ്യം, വാശി ഇങ്ങനെയുള്ള ഇമോഷൻസിനെ കുറിച്ച് പറയുമ്പോൾ
നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു ചേഞ്ചിനെ കുറിച്ച് പറയാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് കുറച്ചുകൂടെ മനസ്സിലാകും. ഓക്കെ, അതായത് നമുക്കൊരു ദേഷ്യം എന്ന് പറഞ്ഞൊരു ഫീലിംഗ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാളോടുള്ള വെറുപ്പ് വരുമ്പോൾ, ശരിക്കും നമ്മൾ അത് എവിടെയാണ് ഉള്ളത്? നമ്മുടെ മനസ്സിലാണ് അല്ലെ? അയാള് പുറത്താണ്, നമ്മുടെ ഉള്ളിലാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ദൈവിക സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ, കുട്ടിയോട് നമുക്ക് ആ ഭയങ്കര ഒരു ഫീലിംഗ്, സ്നേഹമൊക്കെ വരുന്നുണ്ടെങ്കിൽ, സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ ശരിക്കും ഉള്ളത് എവിടെയാണ്? നമുക്ക് ഉള്ളിലാണ് സ്നേഹമുള്ളത്. കുട്ടി ഒരു കാരണമായി എന്നുള്ളതാണ്. അതേപോലെയാണ് ഈ ദേഷ്യം പോലെയുള്ള ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ഈഗോ പോലെയുള്ള അഹങ്കാരം, ദേഷ്യം, വാശി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഇമോഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ കോശങ്ങളുടെ ഉള്ളിലാണ് ഉള്ളത്. അപ്പൊ നമുക്കിപ്പോ ഒരാളോട് ഭയങ്കര വെറുപ്പ് തോന്നുകയാണെങ്കിൽ, ഈ വെറുപ്പ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു സ്ട്രെസ് ഹോർമോൺ ഉണ്ട്. ഓക്കെ, ഈ കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാലാണ് ബ്ലഡില് കോർട്ടിസോളിന്റെ അളവ് കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ പോലെയുള്ള രോഗങ്ങള് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഫോർഗിവ്നെസിന്റെ ലെവലിലേക്ക് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഭയങ്കര ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചസ് ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട്. ഫോർഗിവ്നെസ് ചെയ്തിട്ട്, വോയിസ് കേൾക്കുന്നില്ലേ? ഓക്കെ, സാബിറ മാം ഒന്ന് അവിടെ ചെക്ക് ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. സാബിറ മാം ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, എന്തെങ്കിലും റെക്കോർഡിംഗ് ഉണ്ടാകും, റെക്കോർഡിംഗ് വാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു? മറന്നുപോയി. ഫോർഗിവ്നെസിന്റെ കാര്യം അല്ലെ? അതായത് ഈ യെസ്, കോർട്ടിസോൾ എന്ന് പറഞ്ഞ സംഭവം. അപ്പം കോർട്ടിസോൾ നമ്മളുടെ ബ്ലഡിലും നമ്മുടെ ഇതിൽ കൂടുന്ന സമയത്താണ് നമുക്ക് ഇതുപോലെയുള്ള ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ പോലെയുള്ള അസുഖങ്ങള് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇത് നമ്മൾ ഒരുപാട് ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന സമയത്താണ് അത് ശരീരത്തിലും ഒക്കെ അസുഖങ്ങളായിട്ട് വരുന്നത്. യെസ്, ഞാൻ പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു. ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന്റെ ശേഷം രോഗങ്ങളിൽ ഒരുപാട് ഷിഫ, അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന ചെറിയ ഇച്ചിങ്, അല്ലെങ്കിൽ ചൊറികള്, അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകും. ചിലതൊക്കെ ഇതുപോലെ ആത്മീയമായിട്ടുള്ള രോഗങ്ങളുടെ റിഫ്ലക്ഷൻസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ വരുന്നതായിരിക്കും. ഇപ്പൊ ഫോർഗിവ്നെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതുപോലെയുള്ള ഒരുപാട് ട്രാൻസ്ഫർമേഷൻസ് നിങ്ങൾക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാം, നിങ്ങൾ അതിൽ വർക്ക് ചെയ്യാം. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുക. അത് വേറെ കാര്യം. അപ്പൊ നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ, ഫോർഗിവ്നെസ്സിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം ഈ കോർട്ടിസോളിനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറെ സയന്റിഫിക് ആയിട്ടുള്ള കുറെ സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ളത്. അതായത് ഈ രോഗങ്ങളൊക്കെ കോർട്ടിസോൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വരുന്നത്, അതിന്റെ റീസൺ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും എങ്ങനെയൊക്കെ ഫോർഗിവ്നെസിന്റെ തലത്തിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാം, ചേഞ്ചസ് കൊണ്ടുവരാം എന്നുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് അറിയുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു ദുവാകളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. റിലീജിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഫോർഗിവ്നെസിന്റെ ഏറ്റവും ഒരു ഡിവൈൻ ആയിട്ടുള്ള തലത്തിലുള്ള ഒരു ദുആ ആണ് നമ്മള് റബ്ബന വലംന അൻഫുസന വൈലം താഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇത് ഫോർഗിവ്നെസ്സിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, ഫീൽ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതായത് അതിന്റെ മീനിങ് ജസ്റ്റ് പറഞ്ഞുതരാം. റബ്ബന എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ റബ്ബിനെ വിളിക്കുകയാണ്. ലൈക്ക് ഈ റബ്ബന എന്നുള്ളത് ഭയങ്കര രസമാണ്. നിങ്ങൾ ലബിമാമ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അതായത് റബ്ബ് എന്ന് പറയുമ്പോൾ എന്താ മീനിങ്? പരിപാലകൻ എന്നുള്ളതാണ് അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള പരിപാലകന്റെ, യെസ്, ശൈലജ മാം ചിരിക്കുന്നുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും അല്ലെ? അതായത് പരിപാലകൻ എന്നുള്ള അവയർനെസ് ആണ്. പരിപാലകൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമായിരിക്കണം. ഞാനിപ്പോ ഒരുപാട് തെറ്റ് ചെയ്തു, എന്നാലും എനിക്ക് വേണ്ട വെള്ളം, ശ്വാസം, സംരക്ഷണം എല്ലാം തന്നിട്ട് എന്നെ പരിപാലിക്കുന്നതാണ്. അപ്പൊ അത്രയും സ്നേഹമുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ആ തലത്തിലാണ് റബ്ബന എന്നുള്ളത് വരുന്നത്. ഇപ്പൊ റബ്ബന വലംന അൻഫുസന എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ശരീരത്തിനോട് തന്നെ എന്ത് ചെയ്തു? അതിക്രമം കാണിച്ചു അല്ലെ? ഞാനിപ്പോ എന്ത് ചെയ്യാണ്? എന്റെ ശരീരത്തിന്റെ, എന്റെ മനസ്സിന്റെ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട്, ചെറിയൊരു സുഖത്തിന് വേണ്ടിയിട്ട് ഞാനൊരു തെറ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ എന്നോട് തന്നെ എന്ത് ചെയ്യാണ്? അതിക്രമം കാണിക്കുകയാണ്.
അൻഫുസന വൈലം തർഹംന തഗ്ഫിർ ലന. അതായത് നീ എനിക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ, അപ്പൊ എനിക്ക് നീ കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്തായിപ്പോവും? വഴി പിഴച്ചവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ നീ എനിക്ക് നിന്റെ കരുണ എനിക്ക് വേണം, നിന്റെ മാപ്പ് അല്ലെങ്കിൽ നിന്റെ ഫോർഗിവ്നെസ് എനിക്ക് വേണമെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ പരിപാലകന്റെ അടുത്ത് സ്നേഹത്തോടു കൂടി, നമ്മുടെ രക്ഷിതാവിന്റെ അടുത്ത്. അപ്പൊ നിങ്ങള് രക്ഷിതാവ് എന്ന് പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുക. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉമ്മ ഉപ്പ അങ്ങനെയൊന്നുമല്ല. പാരന്റിങ്ങിൽ പറയുമ്പോൾ രക്ഷിതാവ് എന്നുള്ളത് വേറെ തന്നെ ഒരു അവയർനെസ് ആണ്. അപ്പം രക്ഷിതാവിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു കാര്യം നമ്മൾ ചോദിക്കാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വേണം ചോദിക്കാണ്. എന്ത് ചെയ്യരുത്? സ്വയത്തിനെ കുറ്റപ്പെടുത്തി ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാകരുത്. പക്ഷെ എനിക്കറിയാം എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ അതിനടുത്ത് ഫോർഗിവ്നെസ് ചോദിക്കാണ്. ഓക്കെ, അതായത് എന്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയി, നിന്റെ കാരുണ്യം അല്ലെങ്കിൽ നിന്റെ ഫോർഗിവ്നെസ്, നിന്റെ മാപ്പ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വഴി കഴിച്ചു. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, സ്നേഹത്തോടെ ഞാൻ ചോദിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് പ്രെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം. നല്ല രസമാണ്. ഒരു പ്രെയറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നത് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല. പക്ഷേ നമ്മൾ സെൽഫിന് വേണ്ടി കുറച്ച് സമയം ഇരുന്ന്, ഞാൻ ആ പറഞ്ഞൊരു ദൈവിക സ്നേഹത്തിന്റെ തലത്തിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ റബ്ബിനോട് സംസാരിക്കുകയാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മളൊരു ആദം നബിയുടെ ഹവ്വ ബീവിയുടെ സ്റ്റോറി പറയാറുണ്ടല്ലോ. സ്റ്റോറി അല്ല, ആ ഒരു സംഭവം പറയുമ്പോൾ അതില് അവര് പറഞ്ഞിട്ടുള്ള ഒരു ദുആ ആണ്. ഓക്കെ, എനിക്ക് മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ തന്നെയാണ് എന്റെ ഒരു അറിവ് വെച്ചിട്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ നേരെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്, യൂനുസ് നബിയുടെ ഒരു പ്രെയർ ആണെന്നുള്ള രീതിയിൽ. ഞാനത് ഷുവർ ആക്കിയിട്ട് എന്ത് ചെയ്യാം? ലബിബാമന്റെ അടുത്ത് പറയാം. അതായത് ഈ പ്രാർത്ഥന എന്ന് പറയും, പ്രാർത്ഥനയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. റബ്ബന വലംന അൻഫുസന വൈലം താഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അത് നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മീനിങ് ഒക്കെ കിട്ടും. ഓക്കെ, ആ മീനിങ് അറിഞ്ഞ് ഫീൽ ചെയ്ത് റബ്ബന എന്നുള്ള ആ ഒരു ഫീലിംഗിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡിവൈൻ ആയിട്ടുള്ള ഫോർഗിവ്നെസിന്റെ ഒരു തലത്തിലേക്ക്, സ്നേഹത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഞാൻ പറഞ്ഞ ട്രയാങ്കിൾ ഓർമ്മയില്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഫോർഗിവ്നെസ് ഉണ്ട്. ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ലവ് എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യണം. ഓക്കെ, അവിടെയാണ് റൂമിയുടെ ഒരു കോട്ട് ഉണ്ട്, ശരിയും തെറ്റും ഒന്നും ഇല്ലാത്ത ഒരു പോയിന്റ് ഉണ്ട്. അത് ലവ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണ്. നമുക്ക് അവിടെ മീറ്റ് ചെയ്യാം എന്ന് റൂമി പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ പോയിന്റ് എന്ന് പറയുന്ന റൂമി എന്ന് പറയുന്നത് ആ പോയിന്റിലേക്ക് എത്തിയിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് അവിടേക്ക് എത്താം? ഈ റൂട്ടിലൂടെയാണ്, ഫോർഗിവ്നെസിന്റെ റൂട്ടിലൂടെ. ഞാൻ പറയുന്ന ഫോർഗിവ്നെസ് ഡിവൈൻ ഫോർഗിവ്നെസ് ആണ് കേട്ടോ. അതായത് എന്റെ ആ ഒരു ദൈവത്തിന് എന്നോടുള്ള സ്നേഹം ഫീൽ ചെയ്തുകൊണ്ട് ഫോർഗിവ്നെസ് ചോദിക്കാം, എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചല്ല, ഫോർഗിവ്നെസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് തീരുന്നില്ല. അതായത് ഓരോ സംഭവം എടുത്ത് ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്, ഇത് തീരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാണ്? എനിക്ക് നീ തന്ന ബ്ലെസ്സിങ്സിനൊന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് തീരുന്നില്ല കേട്ടോ, അതിന് സോറി എന്ന് പറയാണ്. അപ്പൊ നോക്കിയൊക്കെ, അവർ അത്രയും അവയർനെസ്സിലാണ്. അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് ഇത് തീരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാണ്? നീ തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടില്ല? നന്ദി പറഞ്ഞ് കഴിഞ്ഞിട്ടില്ല, സോറി ട്ടോ എന്ന് ഫോർഗിവ്നെസ് ചോദിക്കുകയാണ്. അത്രയും ഭംഗിയാണ് ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ഡിവൈൻ ഫോർഗിവ്നെസ്. അപ്പൊ ഈ ഡിവൈനും കൂടെ നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്തായിപ്പോ, ഞാൻ ഡിസ്ക്ലെയിമർ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഫോർഗിവ്നെസ് ഇതാണല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിനെ പ്രാക്ടീസ് ചെയ്യും. പക്ഷെ ഡിവൈൻ ഫോർഗിവ്നെസ്സും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലാതെ കുറച്ചുകൂടെ മനസ്സിലാവാനുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതില് ആലോചിക്കണം. ആ ഒരു അവയർനെസ്സും കൂടെ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അത് പറഞ്ഞത്. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളൂ, അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സാബിറ മാമിന് റെഡി ആയിട്ടുണ്ടായിരിക്കും അല്ലെ? ഇല്ലാന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് കാണാൻ പറ്റട്ടെ. എനിവേ, നമുക്ക് എന്ത് ചെയ്യാം?
ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റ് നമുക്ക് ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. നമ്മളിപ്പോ ഒരു നടന്ന് തുടങ്ങുന്നേ ഉള്ളൂ അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ഒന്ന് ആ ഫീലിംഗിലേക്ക് എത്താം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാണ് ഒന്ന് നോക്കി നോക്കാം. ജേർണലിംഗ് ആണ് മെയിൻ ആയിട്ട്. ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, നമ്മുടെ മനസ്സിലുള്ള അല്ലെ നമ്മളുടെ എനർജി ലെവലിലുള്ള സംഭവത്തിനെ ബുക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പെണ്ണോണ്ട് ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എനർജി ഇങ്ങനെ റിലീസ് ചെയ്യാണ്. അപ്പം ചില സമയത്ത് നമുക്കറിയാം, നമ്മളിങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ വേറെ എന്തിലേക്കെങ്കിലും ഒന്ന് മൂവ് ചെയ്യുമ്പോൾ ആ ദേഷ്യം എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ പോയിട്ടുണ്ടാവും. അത് എവിടെ പോയി എന്ന് വെച്ചാൽ നമ്മൾ നടന്നു പോകുമ്പോൾ ആ ഒരു എനർജിയിൽ അങ്ങനെ റിലീസ് ആയി പോയി. അതേപോലെയാണ് എഴുതാന്ന് പറഞ്ഞ സംഭവം. ഞാൻ ചില സമയത്ത് പ്രാക്ടീസ് ചെയ്യാറുള്ളത്, എനിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്തിനാ ഇപ്പൊ ഈ ഒരു ദേഷ്യം വരുന്നതൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു പേപ്പർ എടുക്കും, പെണ്ണെടുക്കും, എന്നിട്ട് ഇങ്ങനെ കുത്തി വരയ്ക്കും. ലൈക്ക് ഇങ്ങനെ വരയ്ക്കും. നമ്മള് ചിലപ്പോൾ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, കുറെ ലൈൻസ് ഇങ്ങനെ കുത്തി വരകൾ ഉണ്ടാവും. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ആ ഒരു എനർജി സംഭവം അവിടെ ക്ലിയർ ആകുന്നുണ്ട്. കാരണം എന്ത് ചെയ്യാണ്, എന്റെ ബുക്കിലേക്ക് ഇങ്ങനെ സംഭവം വരികയാണ്. അപ്പൊ അതാണ് ജേർണലിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് പ്രാക്ടീസ് ചെയ്യാം. അത് നിങ്ങളെ സാഹചര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, സാഹചര്യങ്ങൾ, ആളുകൾ, സെൽഫിനുള്ള ഫോർഗിവ്നെസ്, ഇങ്ങനെ എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങളൊക്കെ ഉണ്ടാവും ചിലത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വളരെ വിവരിച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജേർണലായിട്ട് എഴുതാം. നിങ്ങളിപ്പം ലെറ്റർ ഒക്കെ എഴുതുന്നത് പോലെ, ഓക്കെ, ലെറ്ററിന്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പം ഈ രീതിയിൽ നിങ്ങൾ വളരെ വിവരിച്ച് എന്ത് ചെയ്യാണ്, എഴുതാണ്. അപ്പൊ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാട്ട് എവർ നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ, ഒരിക്കലും ഇംഗ്ലീഷിൽ എഴുതണം, ഗ്രാമർ നോക്കണം, മലയാളത്തിലാണെ വടിവൊത്ത അക്ഷരങ്ങളായിരിക്കണം, അങ്ങനെ ഒന്നുമില്ല. നോ റൂൾസ്, വാട്ട് എവർ യു ഫീൽ. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാണ്, ഒരാളുടെ അടുത്ത് ഒരു പേഴ്സണിനാണ് ഞാൻ ഫോർഗിവ്നെസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, എന്നാലും അയാൾ എന്നോട് അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു, അയാൾ എന്ത് സ്വഭാവക്കാരനാ, അല്ലെങ്കിൽ അയാൾ എന്തൊരു സാധന, അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് ചിലപ്പോൾ തോട്ട് ലെവലിൽ വരും. അതേപോലെ എഴുതാം. ഓക്കെ, അതായത് നമുക്ക് എന്താണോ ആ ഫീലിംഗ് വരുന്നത്, നമ്മുടെ മനസ്സിൽ ഏത് രീതിയിലാണോ ചിന്ത വരുന്നത്, അതേ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തോട്ടിലേക്ക് അല്ല പേപ്പറിലേക്ക് എഴുതാം. എഴുതിയതിന്റെ ശേഷം നിങ്ങൾക്ക് ഇത് കീപ്പ് ചെയ്യണം എന്നുണ്ടാവില്ല. ഒന്നാമത് എന്താണ്, നമുക്ക് വേണ്ടാത്തൊരു സാധനമാണ് അല്ലെ, നമുക്ക് കളയേണ്ട ഒരു സാധനമാണ്. അപ്പൊ പിന്നെ നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും, ഇതിപ്പോ ആരും കാണോ, ആരെങ്കിലും വായിക്കും, അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാനും അതുപോലെ എനർജി റിലീസിങ്ങിനും പറ്റിയ മെത്തേഡാണ് ബേൺ ചെയ്യാന്നുള്ളത്, കത്തിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കീറിയിട്ട് കളയാം. ഈ ജേർണലിങ്ങിൽ ഞാൻ എഴുതുന്നതിന്റെ സംഭവം പറഞ്ഞതുപോലെ ഒരു സംഭവമാണ് കത്തിക്കുന്ന സമയത്തും കീറുന്ന സമയത്തും വരുന്നത്. അതായത് കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കത്തുന്നത് നോക്കി നിൽക്കണം. കത്തിയിട്ട് ചാരമായിട്ട് അലിഞ്ഞില്ലാതായി പോകണം. ചിലപ്പോൾ മെഡിറ്റേഷനിലൊക്കെ നമ്മൾ തരുന്നുണ്ടാവും, ഒരു കറുത്ത പുക പോലെ ഇങ്ങനെ പോകുന്നത് വിഷ്വലൈസ് ചെയ്യാനാണ്. അപ്പൊ നമ്മുടെ മൈൻഡിന് എന്ത് ചെയ്യാണ്, ഒരു മെറ്റഫർ പോലെ കിട്ടാണ്, ഓക്കെ ഇത് ഇല്ലാതായി പോയി എന്നുള്ള രീതിയിലാണ്. അതായത് ഞാനിപ്പം എനിക്ക് എന്നോട് ഞാൻ ചെയ്യാറുള്ളത് ഞാൻ പറഞ്ഞല്ലോ, സെൽഫിന്റെ ഫോർഗിവ്നെസ് ആണ്. അപ്പം പറയട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ മൈൻഡിന് ഒരു മെറ്റഫർ കിട്ടാണ്. ഓക്കെ, ഞാനിത് ഇങ്ങനെ പേപ്പറിലേക്ക് എഴുതി, എന്റെ കാര്യം പറഞ്ഞു അല്ലെ, ഈ സംഭവം ചെയ്തത് ഞാൻ ചിലപ്പോൾ കീറിയിട്ട് കളയും. അപ്പൊ എന്റെ മൈൻഡിന് ഒരു മെറ്റഫർ കിട്ടാണ്. ഓക്കെ, ഈ ഒരു സംഭവം ഞാൻ എന്റെ ഇമോഷൻ എനർജി ലെവലിനെ ഞാൻ പേപ്പറിലേക്ക് മാറ്റി, എന്നിട്ട് ഞാനത് കത്തിക്കാണ്. അപ്പൊ ആ ചാരമായിട്ട് പോകുമ്പോ ഇങ്ങനെ ഒക്കെ ഇല്ലാതായി പോയി. അതുപോലെ കീറിയിട്ട് കളയുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഡിസ്ട്രോയിഡ് ആയിട്ട് നശിച്ചു പോയി. അപ്പൊ നമ്മുടെ എനർജി ലെവലിനും മൈൻഡിൽ നിന്നും അത് പോയി എന്നുള്ള ഒരു ഇമോഷൻ ആണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്പെഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഭയങ്കര ഒരു എഫക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ, പേഴ്സണൽ ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ ലെവലായിരിക്കും. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പ്ലേസ്, അല്ലെങ്കിൽ സ്ഥലങ്ങള്, അല്ലെങ്കിൽ ആളുകള്, എക്സ്പീരിയൻസ്, അനുഭവങ്ങള്, അങ്ങനെയുള്ള ഓരോ തലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർഗിവ്നെസ് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇല്ലാത്തത് ഉണ്ടാക്കി അങ്ങനെയൊന്നും ചെയ്യണം എന്നല്ല. സാഹചര്യങ്ങൾ വരുമ്പോൾ, അതായത് ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ട്രിഗർ ആവും, അവരത് പറഞ്ഞപ്പോൾ അന്ന് അവർ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു,
അപ്പൊ എന്തോ ഒരു സംഭവം ഉള്ളിൽ നിന്ന് ട്രിഗർ ആയി. അത് ഉള്ളിൽ ഉണ്ടായിരുന്നു, നമുക്ക് അറിയാത്തതാണ്, പക്ഷേ ട്രിഗർ ആയി. അപ്പൊ നമ്മൾ അതിൽ വർക്ക് ചെയ്യണം. കാരണം നമ്മുടെ മൈൻഡ് നമുക്ക് കാണിച്ചു തരാണ്, ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, നീ ഒന്ന് കളയണം കേട്ടോ, പ്യൂരിഫൈ ചെയ്യണം കേട്ടോ. നമ്മുടെ മൈൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ വിചാരിക്കരുത് എന്ത്, ഞാൻ എന്താ ഇങ്ങനെ, ഇന്നലെ ഫോർഗിവ്നെസ് ജേണൽ എഴുതിയതാണല്ലോ എന്നിട്ടും ഇങ്ങനെ ദേഷ്യം വന്നോ, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ശരിക്കും നമ്മുടെ മൈൻഡ് നമ്മളവിടെ ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, നീ ഇതൊന്ന് വർക്ക് ചെയ്യണം കേട്ടോ എന്ന് നമ്മുടെ മൈൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ അതിൽ വർക്ക് ചെയ്യണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ അതാണ് ഫോർഗിവ്നെസ് ജേണലിന്റെ കാര്യം. എഴുതിയിട്ട് ബേൺ ചെയ്യാം, അല്ലെങ്കിൽ കീറിയിട്ട് കളയാം. ഓക്കെ ആണോ? ഈ ഒരു കാര്യം കൂടിയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം അല്ലെ, ടൈം ഏകദേശം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ എന്തായാലും പറയാം കേട്ടോ. കാരണം നമുക്കും ഒരു സന്തോഷമാണ്, ഓക്കെ ഇവർക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തൂല്ലേ, അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായില്ലേ എന്ന് അറിയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം കേട്ടോ. മിസ് ആദ്യം പറഞ്ഞ പൊട്ടറ്റോന്റെ കഥ. ആ ഹലോ, ആ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. മിസ് പൊട്ടറ്റോന്റെ കഥ പറഞ്ഞില്ലേ? ആ അപ്പോഴേ മിസ് പറഞ്ഞില്ലേ ഇവര് വരുമ്പോ പിന്നെ നാറുന്നുണ്ടെന്ന്. ആ എന്റെ വിചാരം എന്താ പറയാ, എന്റെ ചിന്ത ആദ്യം പോയത് ഒരു കഥ കാണാൻ. ആ കഥ മനസ്സിലായില്ല. പിന്നെ മിസ് പറഞ്ഞപ്പോഴാണ് പൊട്ടറ്റോ തിന്നാൻ ആ കഥയില് മിസ് പറഞ്ഞിട്ട് ഇവര് വരുമ്പോ നാറുന്നുണ്ടെന്ന്. ആ അത് പൊട്ടറ്റോ തിന്നിട്ടാണ് പിന്നെ പറഞ്ഞത് ഇതിലൊരു കഥ കാണാത്തത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കുളിക്ക് ആ ഓക്കെ, എങ്ങനെയാണ് അവർ മാറിപ്പോയതെന്ന് ഫസ്റ്റ് കൺഫ്യൂഷന് വന്നു അല്ലേ? മാറിയത് എങ്ങനെയാന്നുള്ളത്. ആ ആ ഇപ്പൊ അത് ക്ലിയർ ആയോ? ബ്രേക്ക് ആയോ? എന്റെ പ്രശ്നമാണോ? അവര് ഓക്കെ. പോയിട്ടുണ്ട്. അടുത്ത ആൾക്ക് പറയാം. റേഞ്ച് വേറെ ഇഷ്യൂ ആവും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മാം ഉം. ഹലോ, ആ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഫോർഗിവ്നെസ്സും ഡിവൈൻ ഫോർഗിവ്നെസ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്നുകൂടെ ഒന്ന് പറയോ? രണ്ടിന്റെ ഓക്കെ. ഒരു ഇത് ഡിഫറൻസ് പറയോ? ഓക്കെ പറയാം. ഈ ലെവൽ, ഓരോ ലെവൽ ഫോർഗിവ്നെസ്സുകളാണ് കേട്ടോ. നമ്മൾ ഏതൊരു ലെവലിലാണോ, നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ, ഇപ്പൊ നമ്മൾ പറയും ഈ മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ അവരൊരു സ്റ്റേറ്റിലേക്ക് എത്തിയവരാണ് അല്ലെ, ഒരു അവസ്ഥയിലേക്ക് എത്തിയവരാണ്. പക്ഷേ വളരെ സാധാരണ ജീവിത കാര്യങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളൊന്നും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ നമുക്ക് ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചിലതൊക്കെ നമുക്ക് ആദ്യമേ കറ പിടിച്ച് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് എന്ത്, നിങ്ങൾ സെൽഫിന് ഫോർഗിവ്നെസ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആളുകൾക്ക് ഫോർഗിവ്നെസ് കൊടുക്കണം, നിങ്ങൾ സാഹചര്യങ്ങൾക്ക് ഫോർഗിവ്നെസ് കൊടുക്കണം. ഇതൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്യുന്ന സമയത്താണ് വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഡിവൈൻ ഫോർഗിവ്നെസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. എന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പൊ ഒരിക്കലും ഞാൻ പറ്റാത്ത ഒരാളാണെന്ന് വിചാരിച്ച് ഡിവൈൻ ഫോർഗിവ്നെസ് ചോദിക്കാതിരിക്കണം എന്നല്ല. പക്ഷേ ഡിവൈൻ ഫോർഗിവ്നെസ് പറയുന്നത് നമ്മൾ ആ ഒരു സ്നേഹത്തിന്റെ തലത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന സംഭവമാണ്. അപ്പം നമുക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഡിവൈൻ ഫോർഗിവ്നെസ് പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടെടുത്ത് ചോദിക്കുകയാണ്, ലൈക്ക് എനിക്ക് പുറത്ത് തരണേ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ മറ്റതൊക്കെ നമ്മൾ ഇതിൽ നിന്നും, അതായത് ഫോർഗിവ്നെസ്സിലേക്ക് അല്ലെങ്കിൽ ആ സ്നേഹത്തിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ പിടിച്ചു വലിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നിന്നും നമ്മളെ ഫ്രീ ആക്കാനാണ് ഈ ഫോർഗിവ്നെസ്. നമ്മളിപ്പോ ഇങ്ങനെ പറയൂലേ, ലവ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലേക്ക്, സ്നേഹത്തിന്റെ സ്ഥലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആളുകൾക്ക് ഫോർഗിവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈസിലി ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ആദ്യം നമുക്ക് ഇങ്ങനെ വെറുപ്പ് തോന്നിയിരുന്ന അല്ലെ വിദ്വേഷം തോന്നിയിരുന്ന സാഹചര്യങ്ങൾക്കൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഈ സംഭവങ്ങളൊന്നും വരുന്നുണ്ടാവില്ല. അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ ആ സാഹചര്യത്തിനെ ലെറ്റ് ഗോ ചെയ്തു, അല്ലെങ്കിൽ ഈസിലി ഫോർഗിവ് ചെയ്തു. അപ്പം ആ തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളിങ്ങനെ പറയൂലേ, ഇപ്പം ഒരു കുട്ടി സൈക്കിള് പഠിക്കുമ്പോൾ എങ്ങനെയാ, ഫസ്റ്റിൽ തന്നെ ബാലൻസ് പഠിക്കാൻ വേണ്ടി സൈഡിൽ 2 ചക്രം കൊടുക്കൂലേ,
അതേപോലെ നമുക്ക് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ ഒരു പാലം ഇങ്ങനെ കിടക്കുമ്പോൾ രണ്ട് കൈവരികളൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ മെല്ലെ പിടിച്ച് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു സ്ഥലത്തേക്ക് എത്താണ്. അപ്പം എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലവ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർഗിവ്നെസ് കാര്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ ആ ലവ് കാര്യം ഫീൽ ചെയ്യാൻ പറ്റും. ഈ ലവ് എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഫോർഗിവ്നെസ്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബന എന്നുള്ള ഒരു അവയർനെസ്സിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഫോർഗിവ്നെസ് ചോദിക്കാം. അതൊരു അടിപൊളിയായിട്ടുള്ള ഒരു ടൂളായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആണ്, ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളും കാര്യങ്ങളുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ഇന്ന സംഭവത്തിൽ എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ അല്ലെങ്കിൽ ഫീലിംഗ് ഉണ്ട്, അതെനിക്കൊന്ന് ക്ലിയർ ചെയ്യണം, ഒന്ന് പ്യൂരിഫൈ ചെയ്യണം. നമ്മൾ ഒരു റൂമൊക്കെ വൃത്തിയാക്കുക എന്ന് പറഞ്ഞ പോലെ ക്ലീൻ ചെയ്യണം, പ്യൂരിഫൈ ചെയ്യണം എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാം. അതാണ് ആളുകള്, സാഹചര്യങ്ങള്, അല്ലെങ്കിൽ സ്ഥലങ്ങള്, എക്സ്പീരിയൻസുകൾ അതിലൊക്കെ വരുന്നത്. ഓക്കെ, വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഡിവൈൻ ഫോർഗിവ്നെസ്സിൽ നമ്മൾ ഫോർഗിവ്നെസ് കൊടുക്കുക എന്നുള്ള സംഭവമില്ല, ഞാൻ അവർക്ക് മാപ്പ് കൊടുത്തു എന്നുള്ള സംഭവമില്ല. പക്ഷെ മറ്റതിലൊക്കെ ഉണ്ട് അല്ലെ. മറ്റുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ എനിക്ക് പുറത്ത് തരണം എന്ന് വിചാരിക്കുന്നതിന് പകരം ഞാൻ അവർക്ക് പുറത്ത് കൊടുത്തു. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ലെവലിലേക്ക് ഉയരാന് തയ്യാറാകുന്നത്. അല്ലെ നമ്മൾ വീണ്ടും താഴെയാണ് കിടക്കുന്നത്. നമ്മൾ വിചാരിക്കും അവരെന്നോട് അങ്ങനെ ചെയ്തിട്ടല്ലേ, പക്ഷെ അല്ല. നമ്മൾ അവിടെ ഫോർഗിവ്നെസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന, മാപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എന്താണ്, നമ്മൾ ഒരു ലെവൽ മുകളിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റെപ്പ് ഇല്ലേ, ഒരു ലവ് എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള ആ സ്റ്റെപ്പ് നമ്മൾ ഒന്നുകൂടി കയറാണ് ഒരാൾക്ക് മാപ്പ് കൊടുക്കുമ്പോൾ. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. വേറെ എന്തെങ്കിലും ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. വളരെ ഹാപ്പി ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഫുഡ്, നല്ലൊരു ഫുഡൊക്കെ കുക്ക് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ കുട്ടികൾ പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇത് നല്ല രസമുണ്ട്, നല്ല ഹെൽത്തി ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടൂലേ. അതേപോലെ ഞാൻ ഒരു സംഭവം കുക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നു. അപ്പൊ നിങ്ങളത് കേട്ടു, നിങ്ങളാണ് അത് എന്ത് ചെയ്തത്, കേട്ടിട്ട് ഞാനിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ പറയല്ല, അപ്പൊ എനിക്ക് അറിയില്ല ഇതിപ്പോ എങ്ങനെയാണെന്നൊന്നും. ഞാനിങ്ങനെ ഒരു സ്റ്റേറ്റിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പൊ നിങ്ങളാണത് കേട്ട ആൾക്കാർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു എന്താണ്, നന്നായിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ ഹെൽപ്പായി എന്നുള്ളതൊക്കെ. അപ്പം നിങ്ങളെ പോലെ കുറെ ആളുകളുണ്ടാവും. ഇതിപ്പോ ഒരു ഓഡിയൻസ് നിങ്ങൾ എന്ത് ചെയ്തു, ചൂസൺ ആയിട്ട് ഇവിടെ വന്നിരുന്നു. അതേപോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ ഒരു ഇൻസ്പിറേഷൻ, ഒരു ബൂസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് എന്നാലും എല്ലാം വൈൻഡപ്പ് ചെയ്താലും ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. ഹലോ, അപ്പോ എന്റെ വോയിസ് കേൾക്കുന്നുണ്ടല്ലോ. നല്ല മഴയാണ്, ഇടിയും മിന്നലും ഒക്കെയാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് നാളെ, ഇന്നത്തെ റെക്കോർഡും ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ കൂടുതൽ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്താൽ ഞാൻ റിൻസിന മാമിന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അവിടെ ഉണ്ടല്ലേ നല്ല മഴയും നല്ല ഇടിയൊക്കെയാണ്. അപ്പൊ എനിവേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ആൻഡ് സെഷൻ എടുത്ത റിൻസിന മാമിനും ഇത് കേട്ടിരുന്ന നിങ്ങൾക്കൊക്കെ. എനിവേ ബൈ, താങ്ക് യു ഡിയേഴ്സ്.